സിറാത്തുൽ മുസ്തഖീം അല്ലാഹുവേ സന്മാർഗം കാണിച്ചു തരണമേ. എന്തായി ചോദിക്കുന്നത്? ജന്മനാ മുസ്ലിമാകാൻ ഭാഗ്യമുണ്ടായവർ അല്ലാഹുവേ ആ ഹിദായത്ത് നിലനിർത്തി കൊണ്ടുപോരാൻ ഞങ്ങളെ സഹായിക്കണമേ, നിലനിർത്തി കൊണ്ടുപോരാൻ സഹായിക്കണമേ. കാരണം ഇന്നലികുല്ലി അമലിൻ ശിറഹ് വലികുല്ലി ശിറത്തിൻ ഫതറ ഫമൻ കാനത് ഫതറതുഹു ഇലാ സുന്നതി ഫഖദ് ഇഹ്തദാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾക്ക് ആവേശമുള്ള ഒരു കാലമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്നലികുല്ലി അമലിൻ ശിറഹ്, ഏതൊരു അമലിനും ആവേശത്തിന്റെ ഒരു കാലമുണ്ട്. നിങ്ങൾ തന്നെ ഓർത്തു നോക്കൂ. ഒരുപാട് ഖുർആൻ ഓതിയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ നമ്മുടെ ജീവിതങ്ങളിൽ? ഒരുപാട് ദിക്ർ ചൊല്ലിയിരുന്ന കാലം, ഒരുപാട് സുന്നത്ത് നോമ്പെടുത്തിരുന്ന കാലം, ഒരുപാട് തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന കാലം, ഒരുപാട് ദാനധർമ്മം കൊടുക്കാൻ ആവേശം കൊണ്ടിരുന്ന കാലം. പിന്നെ ഇതൊക്കെ നിന്നില്ലയോ? കുറഞ്ഞു പോയില്ലേ? മടുപ്പ് വന്നില്ലേ? നമ്മൾ മാറ്റിവെച്ചില്ലയോ? വേറെ പലതും നമ്മളെ എൻഗേജ് ചെയ്തില്ലേ? നമ്മുടെ വാട്സപ്പുകളും ഫേസ്ബുക്കുകളും ഇൻസ്റ്റകളും ഒക്കെ കയറി വന്നപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയില്ലേ? ഇബാദത്തിന്റെ വഴിവിടെ നിന്നുപോയില്ലേ? പുണ്യനബി ഞങ്ങൾ പറയുകയാണ്, ഏതൊരു ഇബാദത്തിനും ഒരാവേശത്തിന്റെ കാലമുണ്ട്, ഏതൊരു ആവേശത്തിനും ഒരു തളർച്ച വരും. വലികുല്ലി ശിറത്തിൻ ഫതറ ഫമൻ കാനത് ഫതറതുഹു ഇലാ സുന്നതി ഫഖദ് ഇഹ്തദാ. ആവേശം കഴിഞ്ഞാൽ ഒരു തളർച്ച വരും. ആ തളർച്ച വരുമ്പോഴും ആരൊക്കെയാണോ എന്റെ സുന്നത്തിൽ ജീവിക്കുന്നത് അവർ ഹിദായത്തുൽ തന്നെയാണ്. ആവേശം നിലനിർത്തി കൊണ്ടുപോകുന്നത് ഒരു പ്രശ്നമാണ്. കൺസിസ്റ്റൻസി അതൊരു ചാലഞ്ചാണ്. അതുകൊണ്ടാണ് അല്ലാഹുവേ സന്മാർഗ ദർശനം മാതാപിതാക്കളിലൂടെ, ഉമ്മയുടെ ഉദരത്തിലൂടെ കുഞ്ഞായി ജനിച്ചപ്പോഴേക്കും ജന്മനാ മുസ്ലിമാകാനുള്ള ഭാഗ്യമുണ്ടായ എനിക്ക് എന്റെ ഹിദായത്ത് നിലനിർത്തി കൊണ്ടുപോരാൻ എന്നെ സഹായിക്കണമേ. അതാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരുപാട് പേരുകളുണ്ട്. സബഉൽ മഥാനി എന്നുണ്ട്. സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു പേര് സൂറത്തു തഅലീമിൽ മസ്അല. അല്ലാഹുവിനോട് എങ്ങനെയാണ് ചോദിക്കേണ്ടത്, എങ്ങനെയാണ് ദുആ ഇരക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന സൂറയാണ് ഖുർആനിലെ ആദ്യത്തെ സൂറയല്ലേ സൂറത്തുൽ ഫാത്തിഹ. ഖുർആന്റെ ക്രോണോളജി വെച്ചല്ല, മുസ്ഹഫ് നോക്കിയാൽ ആദ്യത്തെ സൂറയല്ലേ അത്. അല്ലാഹുവിനെ എങ്ങനെയാണ് പരിചയപ്പെടേണ്ടത്, റബ്ബിനോട് എങ്ങനെയാണ് ചോദിക്കേണ്ടത്, എന്താണ് ചോദിക്കേണ്ടത്? സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹുവിനോട് ചോദിച്ച ഒരേ ഒരു ചോദ്യം, ഇഹ്ദിനാ, സന്മാർഗ ദർശനം നൽകണേ. ഇസ്ലാമിലേക്ക് ഹിദായത്ത് ലഭിക്കുന്നതിന്റെ മൂല്യമറിയാത്തവരാണ് നമ്മൾ. അല്ലാഹു ജന്മന മാതാവോ പിതാവോ ഇതിലേതെങ്കിലും ഒരാൾ മുസ്ലിമാണെങ്കിൽ ജനിക്കുന്ന മക്കൾ ബൈ ഡിഫോൾട്ട് മുസ്ലിമാണെന്നാണ് ശരീഅത്തിന്റെ നിയമം. മനുഷ്യന്മാർക്ക് വേറെ നിയമങ്ങൾ ഉണ്ടാവാം, രാജ്യങ്ങൾക്ക് നിയമങ്ങൾ ഉണ്ടാകാം. ഇസ്ലാമിന്റെ നിയമപ്രകാരം മാതാവോ പിതാവോ രണ്ടിൽ ഒരാൾ മുസ്ലിമാണെങ്കിൽ ഭാര്യയും ഭർത്താവും രണ്ടാളും മുസ്ലിമാവണമെന്നാണ് ശരീഅത്തിന്റെ നിയമം. അതാണ്. പക്ഷേ ഏതെങ്കിലും ഒരവസ്ഥയിൽ ഒരാൾ മുസ്ലിമും മറ്റൊരാൾ കാഫിറുമാകുന്ന അവസ്ഥ വന്നാൽ അവരുടെ വിവാഹം പോലും ശരിയല്ലെന്നാണ്. പക്ഷേ അങ്ങനെ ഒരാൾക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് അതിൽ ഒരാൾ മുസ്ലിമാണെങ്കിൽ തന്നെ ജന്മനാ കുഞ്ഞിന് ഇസ്ലാം ലഭിക്കുമെന്നാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജന്മനാ മുസ്ലിമാവാനുള്ള ഭാഗ്യം നമുക്ക് നൽകി. ആലോചിച്ചിട്ടുണ്ടോ? നമ്മളെങ്ങാനും മറ്റേതെങ്കിലും ഒരു ജാതിയിലോ ഒരു മതവിശ്വാസങ്ങളിലോ ഒരു കുടുംബത്തിലോ ഒരു തറവാട്ടിലോ ആണ് ജനിച്ചിരുന്നത് എങ്കിൽ ഈ മതം ഇസ്ലാം ഇത് കണ്ടെത്താനും അറിയാനും പഠിക്കാനും ഗവേഷണം ചെയ്യാനും നമ്മൾ ബാധ്യസ്ഥരായിരുന്നു. എന്നിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് കലിമ ചൊല്ലി അള്ളാഹിന്റെ ദീനിലേക്ക് കടന്നു വരേണ്ടവരാകുമായിരുന്നു നമ്മൾ. നമുക്കതിന് കഴിയുമായിരുന്നോ? അത്ര ധൈര്യം നമുക്കുണ്ടാകുമോ? ഭീഷണി വരില്ലേ? ഭീഷണി ഉണ്ടാവില്ലേ? നമ്മുടെ കഴിഞ്ഞ കാലം ഡിലീറ്റ് ചെയ്യുകയല്ല, കഴിഞ്ഞ കാലം ഫോർമാറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു പുതിയ ജീവിതം തുടങ്ങുമ്പോഴാ ദീൻ പലർക്കും കിട്ടുന്നത്. നമുക്ക് അങ്ങനെ ഒരു അവസരമാണ് വന്നിരുന്നത് എങ്കിൽ നമുക്ക് ഹിദായത്ത് ലഭിക്കുമായിരുന്നോ? നമ്മൾ അതിന് ശ്രമിക്കുമായിരുന്നോ? ജന്മനാ നമുക്കിത് ലഭിച്ചപ്പോ നമ്മൾ കാണുന്നത് ഉമ്മ സുജൂദ് ചെയ്യുന്നതാണ്, ഉപ്പ സുജൂദ് ചെയ്യുന്നതാണ്. അവർ നിസ്കരിക്കുന്നവരാണ്, അവർ നോമ്പ് നോൽക്കുന്നവരാണ്. അങ്ങനത്തെ ഒരു വീട്ടിൽ ജനിക്കാൻ കഴിഞ്ഞതിന്റെ ഭാഗ്യം നമ്മൾ ഇങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ചിന്തിക്കുമ്പോഴേ മനസ്സിലാവൂ. ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകുന്നത് ആ യാഥാർത്ഥ്യങ്ങൾ കിട്ടാതെയാകുമ്പോഴാണ്, ഇല്ലാതെയാകുമ്പോഴാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു ബദറിൽ യുദ്ധത്തടവുകാരനായി പിടിക്കപ്പെട്ട ആളായിരുന്നു. ബദർ യുദ്ധം നടക്കുമ്പോൾ ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു. ഹബീബായ നബി തങ്ങൾ മദീന പള്ളിയുടെ അരികത്ത് കൊണ്ടുവന്നവരെ നിർത്തി.
ജുബൈർ ഇബ്നു മുത്ഇം എന്നവർ അവരിലുണ്ട്. ഹബീബായ നബി തങ്ങൾ നിസ്കരിക്കുന്നത് ഇവർ കാണുമായിരുന്നു. നിസ്കരിക്കുമ്പോൾ നബി തങ്ങൾ ഖുർആൻ ഓതുന്നത് ജുബൈർ ഇബ്നു മുത്ഇം എന്നവർ കേൾക്കുകയാണ്. ഒരു ദിവസം മഗ്രിബ് നിസ്കാരത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമ നിൽക്കുമ്പോൾ സൂറത്തു തൂറിലെ ചില ആയത്തുകൾ ഇങ്ങനെ ഓതുകയാണ്. മഹാനായ ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, ആ ആയത്തുകൾ കേട്ടപ്പോഴാണ് എൻ്റെ ഖൽബിലേക്ക് വദാലിക അവ്വലു മാ വഖറൽ ഈമാനു ഫീ ഖൽബി. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. എൻ്റെ ഖൽബിലേക്ക് ആദ്യമായി ഈമാനിന്റെ പ്രഭ വരുന്നത് നബി തങ്ങളുടെ ഈ ഖുർആൻ ഓത്ത് കേട്ടപ്പോഴാണ്. ചിലർക്ക് അങ്ങനെയാണ് ഹിദായത്ത്. ഒരു നിമിഷം മതി, ഒരായത്ത് കേട്ടാൽ മതി, ഒരു വഅദ് മതി, ഒരു പ്രഭാഷണത്തിന്റെ ശകലം മതിയാവും, ഒരു അനുഭവം മതിയാകും, ഒരു രോഗം മതിയാവും, ഒരു ആക്സിഡന്റ് മതിയാകും അല്ലാഹുവിലേക്ക് മടങ്ങാൻ. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർദ് أفلا يوقنون أم عندهم خزائن ربك أم هم المسيطرون. ഇത് നിരീശ്വരവാദികളോട്, സന്ദേഹവാദികളോട്, പടച്ചവനെ നിഷേധിക്കുന്നവരോട്, പ്രപഞ്ചത്തിനൊരു കാരണമില്ല, ഒരു സൃഷ്ടാവില്ല എന്ന് പറയുന്നവരോട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യമാണ്. 21-ാം നൂറ്റാണ്ടിലെ യുക്തിവാദി ചോദിക്കുന്ന ചോദ്യമെന്തോ അതേ ചോദ്യമാണ് 6-ാം നൂറ്റാണ്ടിലും ചോദിച്ചത്. അതിന് അള്ളാഹു നൽകുന്ന മറുപടിയാണിത്. യുക്തിവാദം, കുഫർ ഖൽബിലേക്ക് കയറിപ്പോയിരുന്ന ജുബൈർ ഇബ്നു മുത്ഇം എന്നവർ ഈമാനിന്റെ വെളിച്ചത്തിലേക്ക് വന്നത് ഈ 3 ആയത്തുകൾ കേട്ടപ്പോഴാണ്. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈ അം ഹുമുൽ ഖാലിഖൂൻ. അവരുണ്ടായത് ഒരു കാരണമില്ലാതെയാണോ? അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ, മനുഷ്യർ പടക്കപ്പെട്ടത് ഒരാളും നിമിത്തമാവാതെയാണോ? ഒറ്റക്കങ്ങ് പൊട്ടിമുളച്ചതാണോ മനുഷ്യൻ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. നമ്മൾ അങ്ങനെ ഉണ്ടായി എന്ന് പറയില്ലേ? ചിമ്പാൻസിയിൽ നിന്നുണ്ടായി എന്ന് പറയുന്നില്ലേ? ഏകകോശ ജീവിയിൽ നിന്ന് പരിണമിച്ചു വന്നു എന്ന് പറയുന്നില്ലേ? ഈ ഏകകോശ ജീവി ആരാണ് അതിനെ പടച്ചത്? അത് എവിടെ നിന്നുണ്ടായി? പരിണാമം എങ്ങനെ സംഭവിച്ചു? അത് സത്യമാണെങ്കിൽ മനുഷ്യൻ അല്ലാഹു യാ ബനി ആദമ എന്ന് വിളിക്കുന്ന, യാ അയ്യുഹന്നാസ് എന്ന് വിളിക്കുന്ന മനുഷ്യർ അത് ചിമ്പാൻസി നിന്നുണ്ടായവരല്ല, അത് ആദം അലൈഹിസ്സലാമിന്റെ മക്കളെയാണ് അല്ലാഹു വിളിക്കുന്നത്. ഖലഖല്ലാഹു ആദമ അലാ സൂറതിഹി, ആദം അലൈഹിസ്സലാം അവരുടെ പൂർണ്ണ രൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്, ഒരു കുട്ടിയായി വലുതായ ആളല്ല. ആദം നബി അലൈഹിസ്സലാം പക്വതയുള്ള, ഭാഷ സംസാരിച്ചിരുന്ന, ചിന്താശേഷി ഉണ്ടായിരുന്ന പൂർണ്ണ മനുഷ്യനായിരുന്നുവെന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. എന്നല്ലാതെ ആദിമ മനുഷ്യൻ ഭക്ഷണം എന്താണെന്ന് അറിയില്ലായിരുന്നു, ഭാഷ അറിയില്ലായിരുന്നു, ആംഗ്യഭാഷയായിരുന്നു, നടക്കാൻ അറിയില്ലായിരുന്നു. പിന്നെയാ നിവർ നടന്നത്, പിന്നെ വാലുമുറിഞ്ഞു. ഈ വക വിശ്വസിക്കാൻ കൊള്ളാത്ത അബദ്ധങ്ങളെ, തിയറികളെ, ഹൈപ്പോത്തസിന്റെ പിന്നാലെയല്ല ഒരു മുഅ്മിനായ മനുഷ്യൻ പോകുന്നത്. ആദം നബി അലൈഹിസ്സലാം എന്ന പരിപൂർണ മനുഷ്യനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റബ്ബ് പടച്ചതാണ്. ഇന്നും ചിമ്പാൻസികളിലെ ഏതെങ്കിലും കുരങ്ങ് മനുഷ്യനായിട്ടുണ്ടോ ലോകത്ത്? എത്ര നൂറ്റാണ്ടുകളായി മനുഷ്യർ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട്? മിനിമം 20,000 കൊല്ലം കഴിഞ്ഞു. ആദം നബിയുടെ കാലം കഴിഞ്ഞിട്ട് തന്നെ 20,000 കൊല്ലം കഴിഞ്ഞു. ഏതെങ്കിലും ഒരു ചിമ്പാൻസി മനുഷ്യനായി മാറിയിട്ടുണ്ടോ എന്നത് ചോദ്യം. സയൻസിന്റെ മുന്നിൽ മറുപടിയില്ല, ആർക്കും പറയാൻ കഴിയില്ല. ചാൾസ് ഡാർവിൻ അങ്ങനെ സിദ്ധാന്തിച്ചു, തെളിവൊന്നുമില്ല അങ്ങനെ ആയിരിക്കുമെന്ന്. അദ്ദേഹം ദൈവവിശ്വാസിയായിരുന്നില്ല, ബൈബിൾ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം മതത്തിന്റെ വ്യാഖ്യാനത്തിന് പകരം ഒരു ബദൽ സംവിധാനം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അയാൾ ഉണ്ടാക്കിയ തിയറിയാണ് ഇവല്യൂഷൻ തിയറി, പരിണാമ സിദ്ധാന്തം. ഈ ബ്ലണ്ടർ വിശ്വസിക്കുന്നവനല്ല മുസ്ലിം, ഒരു മുഅ്മിനായ മനുഷ്യൻ. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ, ആരും കാരണമാവാതെ നിങ്ങളങ്ങ് ഒറ്റക്കുണ്ടായതാണോ? അം ഹുമുൽ ഖാലിഖൂൻ, അല്ല മനുഷ്യൻ തന്നെയാണോ മനുഷ്യനെ പടച്ചത്? അല്ലാഹു ചോദിക്കാം. അല്ലാഹ് അല്ല, വെറുതെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഗതി ഇല്ല. എങ്ങനെ വെറുതെ ഉണ്ടാവുക? നത്തിങ് ക്യാൻ കം ഔട്ട് ഓഫ് നത്തിങ്. അങ്ങനെ സംഭവമില്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഒരു കാരണം വേണം, ഒരു റീസൺ വേണം. കോസ് ആൻഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. കോസ് ആൻഡ് ഇഫക്ട്സ്. ഒരു ഇഫക്റ്റ് ഉണ്ടാവണമെങ്കിൽ അതിന് കോസ് വേണം, ഒരു കാര്യം നടക്കണമെങ്കിൽ അതിന് സബബ് വേണം. ഇത് ആർക്കാ മനസ്സിലാവാത്തത്? അല്ലാഹു ചോദിക്കുന്നു, അം ഹുമുൽ ഖാലിഖൂൻ, അവര് തന്നെയാണോ പടച്ചത്? അവരെ മനുഷ്യനെ പടച്ചത് മനുഷ്യനാണോ? ആണോ? നമ്മളമ്മയും വാപ്പയാണോ നമ്മളുണ്ടാക്കിയത്? അങ്ങനെ പറയാൻ പറ്റുമോ? ഉമ്മയും വാപ്പയും
നമ്മുടെ ജന്മത്തിൻ്റെ കാരണങ്ങളാണ്. എല്ലാ ഉമ്മാർക്കും അവരുടെ മക്കൾ നല്ല ഭംഗിയുള്ള, ആരോഗ്യമുള്ള, എല്ലാ കഴിവുള്ള നല്ല മക്കളായിട്ട് വരണമെന്നല്ലേ ആഗ്രഹം? ഏതെങ്കിലും ഒരു ഉമ്മാക്ക് സ്വന്തം കുട്ടിൻ്റെ മുഖം ഡിസൈൻ ചെയ്യാൻ പറ്റുമോ? വാപ്പാക്ക് പറ്റുമോ? ഇല്ല. അതിനർത്ഥം എന്താ? നമ്മളല്ല പടക്കണത്. പിതാവിൻ്റെ സ്പേം സെൽ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് കടക്കാനുള്ള ഒരു കാരണം നിർവഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുന്നത് മുഴുവനും അള്ളാഹുവിൻ്റെ ഇടപെടലാണ്. അത് ഇരട്ട കുട്ടിയാണോ, ഒറ്റ കുട്ടിയാണോ, കണ്ണും കയ്യും കാലൊക്കെ ഉണ്ടോ, ഉണ്ടെങ്കിൽ എന്തായിരിക്കും, നിറമെന്താണ്, ആയുസ് എന്തായിരിക്കും, ആരോഗ്യം എന്തായിരിക്കും, ജന്മന എന്തെങ്കിലും ചില ഫിസിക്കൽ ഡിസബിലിറ്റി ഉണ്ടാവോ ഇല്ലയോ, ഇതൊക്കെ അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. സ്കാനിങ് ചെയ്ത് കാണേണ്ട സമയമാകുമ്പോൾ ഡോക്ടർമാർ പറയും ജെൻഡർ മനസ്സിലാക്കി തരാൻ പറ്റും. ബോയ് ആണോ ഗേൾ ആണോ. നമ്മളാണോ പഠിച്ചത്? നമ്മളല്ല. പിന്നെയോ? അപ്പം ആരാ? നമ്മളല്ല. ശാസ്ത്രമൊന്നുമല്ല മനുഷ്യനെ പഠിച്ചത്. ജീവനില്ലാത്തൊരു സാധനത്തിൽ നിന്ന് ജീവനെ എടുക്കാൻ മനുഷ്യന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ജീവനുള്ള ഒരു സാധനം കിട്ടി അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇല്ലായ്മയിൽ നിന്ന്, അതിമിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് ഒരു വസ്തുവിനെ ഉണ്ടാക്കാൻ മനുഷ്യന് ഒരിക്കലും കഴിയില്ല. പ്രവർത്തകന്മാർ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. എല്ലാവരും കഴിവിൻ്റെ പരമാവധി അതിനോട് സഹകരിക്കണം, സഹായിക്കണം. ഒരു 3 സ്വലാത്ത് ചൊല്ലിയിരുന്നാലോ? 1 മണിക്കൂറായി നമ്മൾ പ്രസംഗം തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു ഉന്മേഷമായിരിക്കും. ഒരു ഉറക്കൊക്കെ ഒന്ന് പോകാനും ഒന്ന് കയ്യും കാലം തരിപ്പൊക്കെ ഒന്ന് മാറാനൊക്കെ ഒന്ന് നല്ലതാണ്. അപ്പോൾ എഴുന്നേറ്റ് 3 സ്വലാത്ത് ചൊല്ലാം. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വസല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. الحمد لله. جزاكم الله خير. നമ്മുടെ നാട്ടിലത്തെ സാധനമല്ല. ഈത്തപ്പഴം ഉണ്ടോ? ഈത്തപ്പഴ ചലഞ്ച് ഇതിൻ്റെ കൂടെ തന്നെ? ചലഞ്ചൊന്നുമില്ല. എല്ലാവർക്കും ഒരു റമളാനല്ലേ വരുന്നത്. അപ്പോൾ 200 രൂപയാണ് അല്ലേ? അള്ളാഹു കൂലി തരട്ടെ. അപ്പോൾ 200 രൂപ കൊടുത്തിട്ടാണ് വാങ്ങിക്കേണ്ടത് അല്ലേ? അതിലേറെ കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. അൽഹംദുലില്ലാ. അപ്പോൾ നിങ്ങൾ ഒരു സംഭാവന ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷത്തിന് അങ്ങോട്ട് തരികയാണ് കേട്ടോ ഈത്തപ്പഴം. അപ്പോൾ ഇത് ഇത്രയും ഇവിടെ എല്ലാവർക്കും കൊടുക്കാൻ മാത്രം ഉണ്ടോ? ക്വാണ്ടിറ്റി ഉണ്ടോ? ഉണ്ട്. ഇൻഷാ അല്ലാഹ് ആദ്യം കിട്ടുന്നവർക്ക് കിട്ടും. അതുകൊണ്ട് വേഗം വാങ്ങിച്ചോളേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യട്ടെ. വീട്ടിൽ ഈത്തപ്പഴം വീട്ടിൽ വേണമെന്ന ഏത് സമയം അത് പറ്റുമെങ്കിൽ കേട്ടോ, വാങ്ങാൻ പറ്റുമെങ്കിൽ. കടം വാങ്ങിയിട്ട് ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചിട്ടൊന്നും വാങ്ങിക്കണ്ടേ. ഈത്തപ്പഴം വേണം, അത്തിപ്പഴം വേണം, ഒലീവ്, ജൈത്തൂനില്ലേ ഒലീവ്, അത് ഉപ്പിലിട്ടതോ അല്ലാത്തതോ, ഒലീവ് വേണം, തേന് വേണം. ഈ 4ഉം ഒരു വീടിൻ്റെ സൗഭാഗ്യമാണെന്നാണ് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ വലിയ ശ്രേഷ്ഠതയുണ്ടെന്ന് പറഞ്ഞ സാധനങ്ങളാണിതൊക്കെ. എപ്പോഴും എല്ലാം കിട്ടിക്കൊള്ളുന്നില്ല. പറ്റുന്നെങ്കിൽ മിനിമം ഈത്തപ്പഴവും തേനും. വയനാടൊക്കെ അതുകൊണ്ട് നല്ല ഒറിജിനൽ തേൻ കിട്ടും അല്ലേ? അങ്ങനെ പറയല്. വയനാട്ടിൽ പറ്റിക്കുണ്ടോന്ന് അല്ലാഹു ആലം. ചക്കരയിലേക്ക് വിടുന്നില്ലല്ലോ. അൽഹംദുലില്ലാഹ്. അപ്പോൾ അൽഹംദുലില്ലാഹ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ അതെപ്പോഴും വേണമെന്നാണ്. തേനില്ലാതിരിക്കരുത്. അതുപോലെ ഈത്തപ്പഴം, തമ്ര ഒരു ബറക്കത്താണ്. പിന്നെ 2 കൂടെ അത്തിപ്പഴവും സൈത്തൂനും ഒലീവും പറ്റുന്നെങ്കിൽ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബ് നമുക്ക് അനുഗ്രഹം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമ്മുടെ സംഘാടകർ ഒരുക്കി വെച്ച ഒരു ഈത്തപ്പഴത്തിൻ്റെ പാക്കറ്റ് മിനിമം 200, എത്ര ഏറെ കൊടുത്താലും അവർ സ്വീകരിക്കും. നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. സഹചാരിയുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ, രോഗികൾക്ക് വേണ്ടി വലിയ സൗകര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്കാണ് ഈ ഫണ്ട് പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം. അള്ളാഹു ജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾ മഗ്രിബ് നിസ്കരിക്കുമ്പോൾ അങ്ങനെ ഓതിയത് കേട്ടതാണ്. അന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കണമെന്ന് ഒരു പ്ലാനും ഇല്ലായിരുന്നു. അന്ന് ബദറിൽ പിടിക്കപ്പെട്ടവർക്ക് ഫിദിയ കൊടുത്തവരെ തിരിച്ചു കൊണ്ടുപോകും. അവർക്ക് ഒരു റാൻസം പൈസ കൊടുക്കണം, അവരെ റിലീസ് ചെയ്ത് കിട്ടണമെങ്കിൽ. അതിനുവേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഹബീബിൻ്റെ മഗ്രിബ് നിസ്കാരത്തിൻ്റെ ഖിറാഅത്ത് കേൾക്കാൻ അദ്ദേഹത്തിന് അവസരമുണ്ടാകുന്നത്. أم خلقوا من غير شيء أم هم الخالقون. ഇതെങ്ങനെ ആലോചിക്കുക, എന്താണ് ഈ പറയണത്? നിങ്ങൾ വെറുതെ ഉണ്ടായതാണോ? അല്ല നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണോ? അല്ല, നമ്മളുണ്ടാക്കിയതാണെങ്കിൽ
ജനനം മരണം ഡിസൈഡ് ചെയ്യാൻ നമുക്കൊരു അധികാരം വേണം അല്ലേ? ഇന്ന ഡേറ്റിന് ഞാൻ ജനിച്ചാൽ മതി, ഇന്ന ഡേറ്റിനെ എനിക്ക് മരിക്കാൻ പറ്റൂ. നമുക്കൊരു അധികാരമില്ല. നമ്മളെപ്പോഴോ ജനിച്ചു, ഇനി നമ്മൾ ആഗ്രഹിക്കാത്തൊരു സമയത്തായിരിക്കും മരിക്കുക അല്ലേ? സുബ്ഹാനല്ലാഹ്. ഈ മരിക്കുന്ന ഡേറ്റ് ഒന്ന് അള്ളാഹു അറിയിച്ചു തരാഞ്ഞത് ഭാഗ്യമെന്നാ. അതിന് മുമ്പ് തന്നെ മരിച്ചു പിടിച്ചിട്ട് ഇനി ഭാഗവത്തീസല്ലേ ഉള്ളൂ എന്നൊക്കെ ആലോചിച്ചാൽ അവൻ എങ്ങനെ നിൽക്കുക? അത് അള്ളാഹു ഒളിപ്പിച്ച് വെച്ചതാണ്. അവിടെ കിടന്നോട്ടെ, ഒരു പ്രതീക്ഷ. ഇങ്ങനെ ആരൊക്കെയോ 100 കൊല്ലത്തിൻ്റെ മേലേക്ക് ജീവിച്ചിരിക്കണമല്ലോ, അപ്പോൾ അക്കൂട്ടത്തിൽ ഞാനുണ്ടാവുമെന്ന് വെറുതെ എല്ലാവർക്കും തോന്നും. എവിടെ 60-70 ഉള്ളിൽ പോകും. പക്ഷേ ഒരു പ്രതീക്ഷയിലാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത്. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. സൂറത്തു തൂർ. അവർ ഒരു കാരണവുമില്ലാതെ വെറുതെ ഉണ്ടായതാണോ? അതാണ് ഇപ്പോൾ യുക്തിവാദി പറയാം. എന്നിട്ട് പറയുന്നത് ഭയങ്കര യുക്തിയുള്ള മറുപടിയാണ്. ഇതിന് മണ്ടത്തരം എന്നല്ലേ പറയാം? ശാസ്ത്രം പറയുന്നു കാരണമില്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പം പറയാം അത് വെറുതെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അവന് സയൻസ് മനസ്സിലായിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. ശാസ്ത്രം മനസ്സിലായിട്ടില്ല, പിന്നെ എങ്ങനെ അവന് യുക്തിവാദി? യുക്തിയില്ലാത്ത ആളല്ലേ, യുക്തിരാഹിത്യവാദിയല്ലേ ഇതൊക്കെ? അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർള ബൽ ലാ യൂഖിനൂൻ. അവരാണോ ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചത്? ബൽ ലാ യൂഖിനൂൻ. കാര്യകാരണ ബന്ധങ്ങളിൽ പോലും അവർക്ക് ഉറപ്പില്ലാത്തവരാണ്. അവർക്ക് എങ്ങനെ കാര്യം മനസ്സിലാകും? ഈ പ്രപഞ്ചം വെറുതെ ഉണ്ടായി എന്ന് പറയണോ? അം ഖലഖു. അവരാണോ ഈ മണ്ണ് കൊണ്ടുവന്നത്? എത്ര മണ്ണുണ്ട്! നമ്മളൊരു കുന്നൊക്കെ ഇടിക്കുമ്പോഴാണ് പടച്ചോനെ ഇത്രയൊക്കെ മണ്ണ് ആ കുന്നിലുണ്ടായിരുന്നോ? എത്രയാ ഓരോ മലകളും! ഈ വയനാട് എന്തൊരു മനോഹരമാണ്. പഴയ തണുപ്പൊന്നുമില്ല എന്ന് പറഞ്ഞ ശരി തന്നെ അല്ലേ? മുമ്പൊക്കെ വന്ന സമയത്ത് ഒരു 10-25 കൊല്ലം പെണങ്ങോട് അബൂബക്കർ സാഹിബിൻ്റെ വീട്ടിൽ താമസിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് ചെയ്യട്ടെ. കുറേ കാലം മുമ്പ് നമ്മുടെ സുൽത്താൻ ബത്തേരിയിലൊക്കെ വന്നിരുന്നു, 1996-ലോ 97-ലോ ഒക്കെ. അപ്പം അന്നൊന്നും ഫാൻ തന്നെ ഇല്ല, തണുപ്പുണ്ട്. എ സി ഒന്നും ആലോചിക്കേണ്ട കാര്യം പോലും ഇല്ല. ഇപ്പോൾ എ സി നിർബന്ധമായിരിക്കുകയാണ് ഇവിടെയും അല്ലേ? സുബ്ഹാനല്ലാഹ്. കാലാവസ്ഥകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഗ്ലോബൽ വാർമിംഗ് ഈസ് എ ഗ്ലോബൽ വാർണിംഗ്. ഇത് അള്ളാഹുവിൻ്റെ വലിയൊരു താക്കീതാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. തണുപ്പ് ഇപ്പോൾ ചെറിയൊരു തണുപ്പ്, ഇങ്ങനെ നല്ല രസമുള്ള തണുപ്പുണ്ട് ഇവിടെ, അൽഹംദുലില്ലാ. പക്ഷേ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചിരിക്കുന്ന വലിയൊരു അത്ഭുതം നോക്കണേ. ഒരു 30-40 കിലോമീറ്റർ അപ്പുറത്തൊരു കാലാവസ്ഥ വേറെയാണ്, ഇവിടെ ഒരു കാലാവസ്ഥ വേറെ. സുബ്ഹാനല്ലാഹ്. ഈ പ്രപഞ്ചം നിങ്ങളാണോ പടച്ചത്? ഇവിടുത്തെ മലകളും ചെടികളും പക്ഷികളും മൃഗങ്ങളും സസ്യലതാദികളും കോടിക്കണക്കിന് ജീവജാലങ്ങൾ, ഓരോന്നും അത്ഭുതമാണ്. ഓരോ ജീവിയും അത്ഭുതം, ഓരോ പക്ഷിയും അത്ഭുതമാണ്. നമ്മൾ കാണാത്തത്, ശാസ്ത്രകാരന്മാർ ഇതുവരെ കാണാത്ത എത്ര ഉണ്ടെന്ന ലോകത്ത്. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. ഇതൊക്കെ പടച്ചത് അവരാണോ? അം ഖലഖുസ് സമാവാതി വൽ അർദ്. ആകാശ ഭൂമികളെ പടച്ചത് അവരാണോ? മനുഷ്യനാണോ ഇതൊക്കെ പടച്ചത്? അവർ പറയുന്നുണ്ടല്ലോ ഞങ്ങളാണ്. നിങ്ങൾ എന്താ പടച്ചത്? അല്ലാഹു ചോദിക്കുക. ഈ ഭൂമി ഇങ്ങനെ തിരിയാൻ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഭയങ്കര പേടി തോന്നും. നമ്മളിപ്പോൾ ഭൂമിയിൽ കൂളായിട്ടിരിക്കുകയല്ലേ. 1 മണിക്കൂർ കഴിഞ്ഞ് അത് തുടങ്ങിയിട്ട് 1,08,000 കിലോമീറ്റർ ഈ ഭൂമിമേൽ ഇരുന്നിട്ട് നമ്മൾ സൂര്യൻ്റെ ചുറ്റുമുള്ള ആ ഭ്രമണപഥത്തിൽ 1,08,000 കിലോമീറ്റർ ഇപ്പം നമ്മൾ ഓടിയിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ലല്ലോ. 1 മണിക്കൂർ കൊണ്ട് 1,08,000 കിലോമീറ്ററാണ് നമ്മൾ ഓടുന്നത് ഭൂമിൻ്റെ കൂടെ. ഭൂമി ഓടുകയാണ്. എവിടെ നിന്നാണ് ഈ എനർജി? ഏത് പെട്രോൾ സ്റ്റേഷനാണ് ഭൂമി പെട്രോൾ അടിക്കണം നമുക്കറിയോ? ഇതങ്ങനെ ഓടുകയാണ്, നമ്മൾ അറിയുന്ന പോലുമില്ല. 1,08,000. ഇവിടുന്ന് ദുബൈക്ക് ആകെ 2,600 കിലോമീറ്റർ ഉള്ളൂ. 1,08,000 കിലോമീറ്റർ 1 മണിക്കൂറിൽ. 2 മണിക്കൂറാകുമ്പോൾ കൂട്ടിക്കോളി, 2,16,000 കിലോമീറ്ററായി. 3,24,000 കിലോമീറ്റർ. ഇങ്ങനെ കൂടി പോവാണ്. ഓരോ മണിക്കൂറിൽ ഇത്ര ദൂരം പോകുന്നുണ്ട്. നമ്മൾ അറിയുന്നുണ്ടോ? ഈ ഭൂമി ആ പോക്കങ്ങ് നിർത്തിയെന്ന് വിചാരിക്കുക. ആരാ പോയിട്ട് ഉന്തി കൊടുക്കുക? ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റൂല. അല്ലാഹു തആല ചോദിക്കണില്ലേ, ഈ പ്രപഞ്ചത്തിലെങ്ങാനും ലൗ ജഅലല്ലാഹു ലകുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമഹ മൻ ഇലാഹുൻ ഗൈറുല്ലാഹ് യഅതീകും ബിളിയാഹ്. കാലം മുഴുവനും ഇരുട്ട് തന്നെ. ഭൂമിയുടെ കറക്കത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മാറ്റം വരുത്തി. നിങ്ങൾക്ക് പകല് സംഭവിക്കുന്നില്ലെങ്കിൽ അല്ലാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് സൂര്യോദയം കൊണ്ടുതരാനുള്ളത്? കാലം മുഴുവൻ രാത്രി എന്ന് വിചാരിക്കുക. നമ്മുടെ ജനറേറ്ററും നമ്മുടെ എല്ലാ പവർ സപ്ലൈയും തീരൂലേ? എന്ത് ചെയ്യാൻ പറ്റും? അം ഖലഖുസ് സമാവാതി വൽ അർദ്. ഈ പ്രപഞ്ചങ്ങളെ പടച്ചത് മനുഷ്യനാണോ? ഒരിക്കലുമല്ല. നമ്മൾ വരുന്നതിന്റെ മുമ്പ് ഇവിടെ ഈ പ്രപഞ്ചമുണ്ട്. നമ്മൾ പോയാലും ഈ പ്രപഞ്ചം, ഇപ്പൊ ഇവിടെയുള്ള കുട്ടികളടക്കം ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ നമ്മളൊരൊറ്റ കുട്ടി ഭൂമിന്റെ മുകളിൽ ഉണ്ടാവില്ല. ഉറപ്പല്ലേ? ഏകദേശം ഉറപ്പ്. സെഞ്ചുറി അടിച്ച് മുമ്പോട്ട് പോകണമല്ലോ. വളരെ കുറച്ചല്ലേ ഉണ്ടെങ്കിൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ.
ഇനി ഇപ്പം 2024 2124 ഞാനും നിങ്ങളൊന്നും ഈ ഭൂമിൻ്റെ മുകളിൽ ഇല്ല എന്ന കാര്യം 150% ഉറപ്പാണ്. നമ്മളൊന്നും ഉണ്ടാവില്ല, നമ്മളൊക്കെ പോയിട്ടുണ്ടാവും. സ്ഥലം വാടകപ്പേര ഒഴിഞ്ഞെടുക്കൂലേ? അപ്പോൾ പുതിയ ആൾക്കാരോട് വന്ന് താമസിക്കും. അപ്പോൾ വേറെ കുറേ ആൾക്കാർ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വേദ പറയും, കഴിഞ്ഞ തലമുറ കഴിഞ്ഞു പോയിട്ടോ അവരൊക്കെ നല്ല പുറത്തു കൊടുക്കട്ടെ എന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞു കിട്ടിയാൽ അൽഹംദുലില്ലാഹ് നമ്മൾ രക്ഷപ്പെട്ടു. നമുക്ക് വേണ്ടിയൊക്കെ പിൻഗാമികൾ ദുആ ചെയ്ത് കിട്ടിയാൽ അള്ളാഹു നമുക്കും നമ്മുടെ മുൻകഴിഞ്ഞവർക്കും വരാനിരിക്കുന്നവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഉണ്ടാവില്ല. നമ്മൾ വരുന്നതിൻ്റെ മുമ്പ് ഈ ഭൂമിയുണ്ട്. ഇവിടെ ഡൈനോസറുകളുണ്ട് എന്നാണ് പറയുന്നത്. മനുഷ്യരെ പോലെ നിവർന്നു നടന്ന ജീവികൾ ഇവിടെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ചില ഫോസിലുകൾ കണ്ടെത്തി എന്ന് പറയുന്നു. അല്ലാഹു അലം. പക്ഷേ നമ്മൾ വരുന്നതിന്റെ മുമ്പ് ഈ പ്രപഞ്ചമുണ്ടല്ലോ, പിന്നെ എങ്ങനെ ഇതിനെ നമ്മളാ പടച്ചതെന്ന് പറയാം? നമ്മളല്ല പടച്ചത്, സ്വയം ഉണ്ടായതുമല്ല. അപ്പൊ വേറെ ഒരൊറ്റ ഓപ്ഷനേ ബാക്കിയുള്ളൂ, അത് വേറെ ഒരാൾ പടച്ചതാണ്. ആ ആളെ പേരാണ് അല്ലാഹ്. അല്ലാഹ് എന്ന് വിളിക്കാൻ മടിയുണ്ടോ? അപ്പൊ അവര് പറയും പ്രകൃതി. ഈ പ്രകൃതി എന്തെങ്കിലും ചെയ്യോ? പ്രകൃതി അങ്ങനെ സൃഷ്ടിച്ചു എന്ന് പറയും ചിലർ. അല്ലാഹ് എന്ന് പറയാൻ, സ്രഷ്ടാവ്, ദൈവം, പടച്ചവൻ എന്ന് പറയാൻ അഹങ്കാരം കൊണ്ട് മടിയുള്ളവരാ അങ്ങനെ പറയുള്ളൂ. പ്രകൃതി സൃഷ്ടിച്ചു എന്ന് പറയാം. എന്തേ പ്രകൃതി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ? അങ്ങനെ സംഭവം ഉണ്ടോ? പടച്ചവൻ പടച്ചതിനെയല്ലേ, സൃഷ്ടിപ്പിനെ കുറിച്ചല്ലേ പ്രകൃതി എന്ന് പറയൂ? അത് സൃഷ്ടിക്കുന്ന സാധനമാണോ? അല്ല, മനുഷ്യന്റെ അഹങ്കാരമാണത്. ദൈവം എന്ന് പറയാൻ മടിയാണ്. ഓ മൈ ഗോഡ്. ഇംഗ്ലീഷുകാരനൊക്കെ അങ്ങനെ വിളിക്കും. ഇപ്പം മാറ്റുന്നുണ്ട്, ഓ മൈ ഗോഷ് എന്ന് പറയും. ഗോഡ് എന്ന് പറയുമ്പോൾ ദൈവമേ എന്നല്ലേ, അപ്പോൾ പറയാൻ ഇച്ചിരി മടി. ഓ മൈ ഗോഷ്, സുബ്ഹാനല്ലാഹ്. ഗോഡ് എന്ന് പറയണ്ട, വേറെ എന്തെങ്കിലും പറയാ. ഓ മൈ ഗുഡ്നെസ്, ചിലർ അങ്ങനെ പറയും. ഓ മൈ ഗുഡ്നെസ്, ഓ മൈ ഗോഡ്, ഓ ദൈവമേ. കാറ്റ് സ്റ്റീവൻസ് അങ്ങനെയാ വിളിച്ചത്. മിയാമി ബീച്ചിൽ കുളിക്കാൻ ഇറങ്ങിയിട്ട് വലിയൊരു തിരമാല വന്ന് 1970 പോപ്പ് സിംഗർ, ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളാ, UK കാരനാണ് കാറ്റ് സ്റ്റീവൻസ്. അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലവരും. തിരമാല വന്നങ്ങ് പൊക്കിക്കൊണ്ടേതാ. അദ്ദേഹം കുളിക്കാൻ, ഒരു ഹോളിഡേയിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതാ മിയാമി ബീച്ചിൽ. അയാൾ ഉറപ്പിച്ചു മരിച്ചു. തിരമാല വന്നങ്ങ് പോയി, കരയിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല. കിട്ടിയ ചാൻസിൽ ഒരൊറ്റ നിലവിളിയാണ്, ഓ മൈ ഗോഡ്, ഇഫ് യു സേവ് മീ ഐ വിൽ വർക്ക് ഫോർ യു. പടച്ചോനെ, അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ. ഇവർ പറയാണ്, എനിക്കന്ന് വിശ്വാസമില്ലായിരുന്നു പടച്ചോനെ കുറിച്ച്. ചെത്തിപ്പൊളിച്ച് നടക്കുന്ന സമയം, പോപ്പ് സിംഗർ അല്ലേ. ഞാൻ പറഞ്ഞു, ദൈവമേ, അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ, ഇഫ് യു സേവ് മീ, ഈ ഒരു കടലിന്റെ ഈ തുരുത്തിൽ നിന്ന് നീ എന്നെ രക്ഷിക്കുകയാണെങ്കിൽ, കരയിലേക്ക് തിരിച്ചു വരാൻ എന്നെ നീ സഹായിച്ചാൽ, ഐ വിൽ വർക്ക് ഫോർ യു, ഞാൻ നിനക്ക് വേണ്ടി പണിയെടുക്കും. അദ്ദേഹം പറയാ, അത്ഭുതകരമായ ഒരു തിരമാല ഇങ്ങോട്ടങ്ങ് അടിച്ചു. ആ തിരമാലയുടെ ഫോഴ്സിൽ ഇയാൾ കരയിൽ ചെന്ന് അടിയുകയാണ്. ഇന്ന് ജീവിച്ചിരിപ്പുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഉണ്ട്, അദ്ദേഹത്തിന്റെ ഈ സംഭവം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവത്തിന് കൊടുത്തൊരു വാക്കാണത്. ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചതാ, ഞാൻ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഇനി ദൈവം ആരാണെന്ന് എനിക്ക് അറിയണം. അദ്ദേഹം ക്രിസ്ത്യാനിസം പഠിച്ചു, ജൂഡായിസം പഠിച്ചു, ബുദ്ധിസം പഠിച്ചു, ഹിന്ദുയിസം പഠിച്ചു, ലോകത്തിന്റെ പ്രമുഖ മതവിശ്വാസങ്ങളൊക്കെ പഠിച്ചു, അവസാനം ഇസ്ലാമും പഠിച്ചു. ഇന്ന് അദ്ദേഹത്തിന്റെ പേര് യൂസുഫുൽ ഇസ്ലാം എന്നാണ്. അദ്ദേഹം ഇസ്ലാമിന്റെ ഒരു പ്രബോധകനാണ്. അവസാനം എത്തിച്ചേർന്നത് ദീനിന്റെ വെളിച്ചത്തിലേക്കാണ്. ചിലർക്ക് അങ്ങനെയാണ്. ഹിദായത്ത് ലഭിക്കുന്നത് പല വിധേനയാണ്. ഹുദൽ ലിന്നാസ് വബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 കൊല്ലം ദഅവത്ത് ചെയ്തു. 23 കൊല്ലത്തെ പ്രബോധനം, 23 വർഷമാണ് ദീനിന്റെ ദഅവത്തിന്റെ കാലം. 40ാമത്തെ വയസ്സിൽ പ്രവാചകത്വം, 63ാമത്തെ വയസ്സിൽ ഹബീബിന്റെ മരണം. ഇതിനിടയിലുള്ള 23 വർഷം. ആ 23 വർഷങ്ങളിൽ 22 കൊല്ലവും ഹബീബിന്റെ ശത്രുവായിരുന്ന ഒരാൾ 23ാമത്തെ വർഷം, ഹബീബ് വഫാത്താകുന്ന വർഷം ഇസ്ലാം സ്വീകരിക്കുകയാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും. മക്കാ വിജയം നടക്കുമ്പോ മദീനയിൽ നിന്ന് 10,000 സ്വഹാബികളെയും കൊണ്ട് നബി തങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് മാർച്ച് ചെയ്തു വന്നു. കഅബാലയത്തിന്റെ തിരുമുറ്റത്തേക്ക് കടന്നു വരേണ്ട ദിവസം, അതിന്റെ തലേ രാത്രി മക്കയുടെ സബർബിൽ അവർ മുഴുവനും ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. 10,000 വിളക്കുകൾ കത്തിക്കാൻ പറഞ്ഞു നബി തങ്ങൾ. 10,000 സ്വഹാബിമാർ ഓരോരുത്തരും അവരുടെ ടെന്റിന്റെ അടുത്ത് ഒരു വിളക്ക് കത്തിച്ചു. 10,000 ലൈറ്റ്. 10,000 ലൈറ്റ്. ആലോചിച്ച് നോക്കി, മരുഭൂമി നിറയെ വെളിച്ചം. ഇത് കണ്ട് പേടിച്ചു വിറങ്ങലിച്ച ഈ നേതാവ് അള്ളാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് പോവുകയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ച്. മക്കയുടെ നേതാവാണ് ഇദ്ദേഹം. ഇനി ഒരിക്കലും മക്ക തിരിച്ചു കിട്ടില്ല, മക്ക നബി തങ്ങൾ പിടിച്ചടക്കി എന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ്.
നിബിതങ്ങളാണെങ്കിലോ മക്കയെ വെറുതെ പിടിച്ചടക്കാൻ വന്നതല്ല. നിരപരാധികളായ ബനൂ ഖുസാഅ ഗോത്രക്കാരെ, ഖുറൈശികളുടെ അലൈസ്, അവരുടെ കൂടെയുള്ള സഖ്യശക്തി ബനൂ ബക്കർ ഗോത്രക്കാർ, ഒരു പാതിരാക്ക് നിരുപാധികം ഒരു കുഴപ്പവും ഒരു പ്രശ്നവും ചെയ്യാതിരുന്ന ബനൂ ഖുസാഅ ഗോത്രക്കാരെ മുഴുവൻ വാളുകൊണ്ട് വെട്ടിനിരത്തിയിട്ട് കൂട്ടക്കൊല ചെയ്തപ്പോ അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് നബി തങ്ങൾ വരുന്നത്. കരാർ പൊളിച്ചതിന്റെ പേരിൽ, നിരപരാധികളെ കൊന്നൊടുക്കിയതിന്റെ പേരിൽ മക്കക്കാരായ പ്രമാണിമാർ ഹുദൈബിയ സന്ധിയിൽ ഒപ്പുവെച്ച ആളുകൾ, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ അക്രമികളാണെങ്കിലും അല്ലെങ്കിലും ഞങ്ങൾ അവരെ സംരക്ഷിക്കുമെന്ന് ധിക്കാരം പറഞ്ഞപ്പോ അതിന് മറുപടി കാണിച്ചു കൊടുക്കാൻ വന്നതാ 10,000 സൈന്യം സ്വഹാബികളോടുകൂടെ വന്നത്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ച് ഈ മക്കയുടെ നേതാവ് ഹബീബിന്റെ ടെന്റിലേക്ക് കടന്നു വരികയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഇരിക്കുന്നു ലോകത്തിന്റെ ഗുരു. കടന്നു വന്നത് മറ്റാരുമല്ല, അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബൂ സുഫിയാനെ, നിങ്ങൾക്ക് ഇപ്പോഴും സമയമായിട്ടില്ലേ? ആരാണ് റസൂലുള്ളാഹി എന്ന് മനസ്സിലാക്കാൻ? കൊല്ലം കുറെ ആയില്ലേ, 10-22 കൊല്ലം കഴിഞ്ഞില്ലേ? ഹബീബായ നബി തങ്ങളുടെ മുഅ്ജിസുകൾ കാണുന്നില്ലേ? ഹബീബിന്റെ അത്ഭുതങ്ങൾ കാണുന്നില്ലേ? എന്നിട്ട് മനസ്സിലായില്ലയോ ഇവരാരാണ് എന്ന്? അലം യഅനി ലക യാ അബാ സുഫിയാൻ അൻ തഅരിഫ മൻ ഹാദാ, ഈ റസൂൽ ആരാണ് എന്ന് അബൂ സുഫിയാനെ നിങ്ങൾക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ലേ? അബൂ സുഫിയാൻ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഉണ്ട്, എനിക്ക് ഇപ്പോഴും കുറച്ച് സംശയം ബാക്കിയുണ്ട്, ഏറെക്കുറെയൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഐ സ്റ്റിൽ ഹാവ് സം ഡൗട്ട്സ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ സുഫിയാൻ, നിങ്ങളുടെ കഴുത്തുനിന്ന് തല അങ്ങ് പോയാൽ ആ സംശയം മുഴുവൻ തീരും കേട്ടോ എന്ന് പറഞ്ഞു. നബി ഞങ്ങൾ പറഞ്ഞു, ഉമറേ അങ്ങനെ പറയരുത്, ഉമറേ അങ്ങനെ പറയരുത്. നബിയെ, ഈ തലയും കൊണ്ടുകൊടുന്നത് 22 കൊല്ലം കഴിഞ്ഞു, എന്നിട്ട് ഇപ്പോഴും പറയാൻ സംശയം ബാക്കിയുണ്ടെന്ന്. നബി ഞങ്ങൾ പറഞ്ഞു, ഉമറേ നിങ്ങൾക്കറിയുമോ, ചില ആളുകൾക്ക് സത്യം ബോധ്യപ്പെടാൻ ഒരുപാട് സമയമെടുക്കും. ചില ആളുകൾക്ക് അത് പെട്ടെന്നാണ്, ചില ആളുകൾക്ക് ഒരുപാട് കാലമെടുക്കും. അതുകൊണ്ട് ഉമറേ, അബൂ സുഫിയാന്റെ സംശയം നിങ്ങൾ മാനിക്കണം. തങ്ങട്ട് പറഞ്ഞപ്പോ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു പുണ്യ നബിയുടെ കൈ പിടിച്ചുകൊണ്ട് പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. I declare under no compulsion, ആരും നിർബന്ധിച്ചുകൊണ്ടല്ല, ആരും എന്നെ ഫോഴ്സ് ചെയ്തതുമല്ല, ഞാനായിട്ട് പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. There is no one, no deity worthy of worship except Allah. അവിടെ ഇസ്ലാം സ്വീകരിച്ചു. വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, and you messenger of God are the messenger of Allah. അല്ലാഹുവിന്റെ ഹബീബിനെ നബിയായി അംഗീകരിച്ചു, അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിനെ അംഗീകരിച്ചു. മക്കയുടെ നേതാവ് 23 കൊല്ലമെടുത്തു, 23 വർഷമെടുത്തു ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ. ചില ആളുകൾ അങ്ങനെയല്ല, വളരെ പെട്ടെന്നാണ്, വളരെ പെട്ടെന്ന്. ജുബൈർ ഇബ്നു മുത്ഇം എന്നിവർ പറയാണ്, വിശുദ്ധ ഹബീബായ നബി തങ്ങൾ സൂറത്തു തൂറിലെ ഈ ആയത്തുകൾ അങ്ങനെ ഓതുമ്പോ ഞാൻ എൻ്റെ കർണപുടങ്ങളിൽ വന്ന് ഹബീബിന്റെ മധുരമായ പാലായനം റസൂലുള്ളാഹി തങ്ങൾ ഓതുന്നത് വളരെ മനോഹരമാണ്. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർള ബൽ ലാ യൂഖിനൂൻ അം ഇൻദഹും ഖസാഇനു റബ്ബിക് അം ഹുമുൽ മുസൈത്തിറൂൻ. നബിയെ ചോദിക്കൂ, അവരാണോ അവരെ പടച്ചത്? അവരാണോ പ്രപഞ്ചം പടച്ചത്? അതല്ല, അവരുടെ കയ്യിലാണോ അല്ലാഹുവിന്റെ ഖസാനകൾ കിടക്കുന്നത്? അല്ലാഹുവിന്റെ ഖജനാവുകൾ കിടക്കുന്നത് അവരുടെ കൈകളിലാണോ? ചോദിക്കും നബിയെ. വഇൻ മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. ഏതൊരു സംഗതിയുടെയും ഖജനാവ് അള്ളാന്റെ കയ്യിലുണ്ട്, അള്ളാന്റെ കയ്യിലുണ്ട്. മൊബൈൽ ഫോണാണോ? അള്ളാന്റെ കയ്യിൽ അതിന്റെ ഖസാനകളുണ്ട്. എനർജിയാണോ, ഊർജമാണോ, അതിന്റെ ഖസാനകൾ അള്ളാന്റെ കയ്യിലുണ്ട്. വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. മനുഷ്യന് ആവശ്യമായ തോതിലും കണക്കിലും അളവിലും മാത്രമേ അള്ളാഹു ഭൂമിയിലേക്ക് അത് കൊടുക്കുന്നുള്ളൂ എന്ന് മാത്രം. അള്ളാഹുവിന്റെ അടുത്ത് അബൻഡൻസ്, അത് വളരെ, അതിന്റെ കയ്യും കണക്കുമില്ലാത്തത്ര റബ്ബിന്റെ കയ്യിലുണ്ട്. കൽക്കരി കൊണ്ട് ട്രെയിൻ ഓടിയിരുന്ന കാലം ഓർമ്മയുണ്ടോ? കൽക്കരി അവസാനിക്കാൻ പോകുന്നേ എന്ന് പറഞ്ഞ് ഒച്ചപ്പാടും ബഹളങ്ങളും ഉണ്ടായപ്പോ
അതാ വരുന്നു പെട്രോളും ഡീസലും നോക്കണേ, അത് തീർന്നു. അപ്പോൾ അല്ലാഹു ഭൂമി അങ്ങ് തുറന്നു കൊടുത്തു. ഗൾഫ് നാടുകളിൽ അതും കാണാൻ തുടങ്ങി. ഇനിയിപ്പോൾ അത് തീരും. ഒരു 65-70 കൊല്ലത്തെ സ്റ്റോറേജാണ് കൂടുതലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളത്. ഒരു 65 കൊല്ലം കഴിഞ്ഞാൽ പെട്രോളും ഡീസലൊക്കെ തീരും. ഉള്ളിൽ കിടക്കുന്ന സാധനങ്ങൾ എടുത്തെടുത്ത് തീരും. അപ്പോഴേക്കും ഇതാ സോളാർ എനർജി വന്നു. സൂര്യപ്രകാശം കൊണ്ട് ഊർജം സ്വീകരിക്കുക. സൂര്യൻ തീരുന്നൊരു സമയം ഇദശംസു കുവ്വിറത്, അപ്പോൾ പിന്നെ ഖിയാമത്ത് നാളാണ്, പിന്നെ എന്നെ ജീവിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുവരേക്കുള്ള എനർജി അള്ളാഹു തന്നു. നോക്കണേ ഓരോന്നും. എന്നാൽ ഈ സോളാർ എനർജിക്ക് ഒരു 1000 കൊല്ലം മുമ്പ് അള്ളാഹു കൊടുത്തുകൂടായിരുന്നോ? മനുഷ്യന് അതിന്റെ ടെക്നോളജി കൊടുത്തുകൂടായിരുന്നോ? ഇല്ലാ ബിഖദരിൻ മഅലൂം. അത് മെല്ലെ മെല്ലെ മതി. ലതർകബുന്ന തബഖൻ അൻ തബഖ. നിങ്ങൾ മെല്ലെ 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 മുന്നോട്ട് വരുന്നവരാണ്. നോക്കണം, ഓരോ തലമുറയും വിചാരിക്കും നമ്മൾ ഭയങ്കര ഉഷാറാണ്. നമ്മൾ വാപ്പമാരിലേക്ക് നോക്കി, പാവട്ടെ നമ്മളെ വാപ്പാർ, അവരുടെ കാലത്ത് മൊബൈലൊന്നും ഇല്ല, ഇപ്പോഴല്ലേ ഇതൊക്കെ തുടങ്ങിയത്. നമ്മളെപ്പറ്റി നമ്മളെ മക്കൾ അടുത്ത തലമുറ പറയും, പാവ നമ്മളെ വാപ്പാർ, അവർക്ക് ആകെ ഒരു മൊബൈൽ, ഒരു ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമൊക്കെ ഉള്ളായിരുന്നു, എന്തേനും അവരൊക്കെ മാമാങ്കം, നമുക്കിപ്പോൾ എന്തൊക്കെ ഉണ്ട്. അവരെപ്പറ്റി അവരെ തലമുറ പറയും, നമ്മുടെ വാപ്പാർക്കൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ എല്ലാവരും പറയും കഴിഞ്ഞു പോയ തലമുറക്ക് വലിയ കഴിവൊന്നും ഇല്ലായിരുന്നു. എൻ്റെ സുഹൃത്ത് പറഞ്ഞൊരു തമാശയാണ്, 2000-ന്റെ ശേഷമൊക്കെ ജനിച്ചാൽ മതിയായിരുന്നു, എന്നാൽ എന്തൊരു രസമല്ലേ, അടിച്ചു പൊളിച്ച് ജീവിക്കായിരുന്നു. 2000-ന്റെ മുമ്പ് ജനിച്ചതും വലിയ മുതലായില്ല. ഞാൻ പറഞ്ഞു, പൊന്നു ചങ്ങാതി, ഒരു 100 കൊല്ലം മുമ്പ് നമ്മൾ ജനിച്ചെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഓരോ തലമുറയും നമുക്ക് വേണ്ടത് അള്ളാഹ് കണക്കാക്കി നമുക്ക് കിട്ടും, അല്ലാത്ത ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. എല്ലാറ്റിൻ്റെയും ഖസനാവ് അള്ളാഹിന്റെ കയ്യിൽ. സ്വർണം, ജ്വല്ലറികൾ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ? കഴിഞ്ഞ നൂറ്റാണ്ടിലുള്ള പോലെയാണോ ഇപ്പോഴേ? ഈ സ്വർണമെങ്ങാനും കുഴിക്കാൻ മനുഷ്യൻ തുടങ്ങി, ഇരുമ്പ് കുഴിച്ചെടുക്കുന്ന പോലെ സ്വർണം കുഴിച്ചെടുക്കുകയായിരുന്നുവെങ്കിൽ, സങ്കല്പിച്ചിട്ടുണ്ട്, അത് വലിയൊരു നിഅമത്താണ്. നമ്മുടെ ഇമാമന്മാരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു നിഅമത്ത്. സ്വർണം അത് കുറച്ചേ കിട്ടുള്ളൂ. ആഫ്രിക്കയിലുണ്ട്, ഉഗാണ്ടയിലുണ്ട്, നൈജീരിയയിലുണ്ട്, ഇവിടെയൊക്കെ വേറെയും ഒരുപാട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വർണത്തിൻ്റെ മൈനുകളുണ്ട്, സ്വർണത്തിൻ്റെ കുഴികളുണ്ട്. വലിയ കുറച്ചേ കിട്ടുള്ളൂ. അതങ്ങ് ഒരുപാട് കിട്ടിയെന്ന് വിചാരിക്കുക, ലോകത്ത് സ്വർണത്തിൻ്റെ മൂല്യം ഇടിയും. പിന്നെ സർവ്വ ഡോളറും യൂറോയും ദിനാറും ദിർഹമോ എല്ലാത്തിൻ്റെയും മൂല്യം നഷ്ടപ്പെടും. എല്ലാത്തിൻ്റെയും കറൻസി മുഴുവനും അതിൻ്റെ മൂല്യം ഇടിയും. ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ അങ്ങ് തകരും. അതുകൊണ്ട് അള്ളാഹു കുറച്ചേ കൊടുക്കുള്ളൂ സ്വർണം. ഇത്രയൊക്കെ ടെക്നോളജി കയ്യിലുണ്ടല്ലോ. എന്നാൽ പിന്നെ ഒന്നിച്ചങ്ങ് കുഴിച്ചെടുക്കല്ലേ, അടുത്തൊരു 100 കൊല്ലത്തേക്ക് അള്ളാഹ് വെച്ചത് നമുക്ക് എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റില്ല. ഓരോ കാലഘട്ടത്തിനും അള്ളാഹു ആവശ്യമായതേ കൊടുക്കുള്ളൂ. അതാണ് എല്ലാറ്റിൻ്റെയും ഖജനാവ് എൻ്റെ കയ്യിലുണ്ടെന്ന് പറയാം. പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ളതേ ഞാൻ ഇവിടെ തരുള്ളൂ. സുബ്ഹാനല്ലാഹ്. സ്വർണ്ണവും വെള്ളിയും ഇരുമ്പ് കിട്ടണ പോലെ കിട്ടൂല. ഇതൊക്കെ ഭൂമിക്കുള്ളിൽ കിടക്കുന്ന സാധനങ്ങളാണ്. അറബ് രാജ്യങ്ങളുടെ വലിയ, ഞാൻ ഇന്നലെ ബഹ്റൈനിലായിരുന്നു, ഇന്നലെ രാത്രി ഈ സമയം. എന്താ ഒരു മരുഭൂമി. ബഹ്റൈൻ എന്ന് പറഞ്ഞ സാധനം കിതാബിലൊന്നും അതിൻ്റെ പേര് തന്നെ ഇല്ല. ബഹ്റൈൻ കിതാബിൽ പറയുന്ന പേര്, സൗദി അറേബ്യയിൽ അൽ അഹ്സാഇനെ കുറിച്ച് ബഹ്റൈൻ എന്ന് പറയും. ബഹ്റൈനിലെ സകാത്ത് വന്ന ചരിത്രമൊക്കെ ഉണ്ട് നബി തങ്ങളുടെ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമർ തങ്ങളുടെ കാലത്തെ. അത് ആ ബഹ്റൈൻ ഇന്നത്തെ ബഹ്റൈൻ അല്ല, അത് സൗദി അറേബ്യയുടെ ഭാഗമായി ഇപ്പോഴത്തെ അൽ അഹ്സാ നമ്മൾ പറയും. അൽ അഹ്സാഇനെ കുറിച്ചാണ് പറയുന്നത്. ഇന്നത്തെ ബഹ്റൈൻ ചെറിയൊരു നാട്, എത്രയോ സ്കൈ സ്ക്രാപ്പേഴ്സ്, ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങുകളുള്ള, ഒരുപാട് ബ്രിഡ്ജുകളും ഐലൻഡുകളുമുള്ള ഒരു മോഡേൺ സിറ്റി. ഭൂമിൻ്റെ ഉള്ളിലെ പെട്രോളും ഡീസലും കിട്ടിയിട്ടല്ലേ അത്. അതില്ലായിരുന്നെങ്കിൽ ആരെങ്കിലും അവിടേക്ക് വരുമോ? ആരെങ്കിലും അവിടെ ജോലി ചെയ്യുമോ? ബഹ്റൈനിൽ പോയിട്ട് UAE-ക്ക് പോകുമോ? സൗദി അറേബ്യയിലേക്ക് പോകുമായിരുന്നോ? കുവൈറ്റിലേക്ക് പോകുമോ? ഖത്തറിലേക്ക് പോകുമോ? അവിടെ ഈ പെട്രോളും ഡീസലും കിട്ടിയില്ലെങ്കിൽ? ഈ പെട്രോളും ഡീസലും എന്താ സംഭവം? കോടിക്കണക്കിന് കൊല്ലം മുമ്പ്, നമുക്ക് കണക്കൊന്നും കൃത്യമായി നോക്കണ്ട, അവർ പറയണതാണ്, കൊട്ടക്കണക്കിന് പറയും. അത്രയും കൊല്ലം മുമ്പ് ജീവിച്ചു പോയ ജീവികൾ, അതുപോലെ മരങ്ങൾ, ചെടികൾ, ഇതൊക്കെ അളിഞ്ഞു പിടിച്ച് കൊല്ലങ്ങളോളം ഹൈ പ്രഷറിൽ ഭൂമിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് അത് രൂപം മാറിയതാണ് ഈ പെട്രോളും ഡീസലൊക്കെ. ഞാൻ പറയാം, അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഇത് കാണേണ്ട വയനാട്ടിലല്ല, നമ്മുടെ സത്യമംഗലം കാട്ടിലേക്കല്ലേ ഇതൊക്കെ കാണേണ്ടത്. ആഫ്രിക്കൻ നാടുകളിലല്ലേ ഏറ്റവും കൂടുതൽ പെട്രോളും ഡീസലും. കാരണം ഇത്രയും കൂടുതൽ പച്ചപ്പും മൃഗങ്ങളും ജീവികളൊക്കെ ഉള്ളത് അവിടെയല്ലേ? നമുക്കറിയാൻ പറ്റുന്നില്ല. ഫോസിൽ ഫ്യൂവലാണെന്നാണ് പെട്രോളിനെ കുറിച്ച് പറയാം. ജീവികളുടെ ശരീരം അളിഞ്ഞുണ്ടായ സാധനമാണ് ഈ പെട്രോളും ഡീസലും എന്ന്. നമ്മളതിന് വില കൂടുമ്പോൾ അങ്ങനെ ആയിരിക്കും, ഇപ്പം 110 ഇപ്പം എത്രയായി, ഇതുണ്ടായത് ഇങ്ങനെയാണെന്നാ പറയാം. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ചെടികളും മരങ്ങളൊക്കെ ഉള്ള ഇഷ്ടം പോലെ നാടുകളുണ്ട്. അവിടെ നിന്ന് സാധനം കിട്ടുന്നില്ലല്ലോ. ഒരു ചെടി പോലും ഉണ്ടാവാത്ത ഉണങ്ങിയ മരുഭൂമിയിലാണ് കോടിക്കണക്കിന് ഗാലൻ ദിവസങ്ങളോളം എടുത്തുകൊണ്ടിരിക്കുന്നത് പെട്രോളും ഡീസലും നാച്ചുറൽ ഗ്യാസൊക്കെ. അള്ളാഹുവിൻ്റെ ഖസാന റബ്ബ് തുറന്നു കൊടുത്തതാണ്, അള്ളാഹു തുറന്നു കൊടുത്തതാണ്. ഇല്ലെങ്കിൽ ആരെങ്കിലും അങ്ങോട്ട് പോകുമോ? ആർക്കെങ്കിലും നിൽക്കാൻ പറ്റുമോ? അവിടെ ഉപ്പുവെള്ളം കുടിക്കണ്ടേ? ശുദ്ധമായ വെള്ളം കിട്ടുമായിരുന്നു.
അള്ളാഹു ഭൂമിക്കുള്ളിൽ കിടക്കുന്ന സാധനങ്ങളുടെ ഖസാനകളെ റബ്ബ് അൺലീഷ് ചെയ്ത് തന്നപ്പോഴാണ് നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റിയത്. സുബ്ഹാനല്ലാഹ്. എല്ലാറ്റിന്റെയും ഖജനാവുകൾ അല്ലാഹുവേ നിന്റെ കയ്യിലാണ്. തങ്ങളോട് ചോദിക്കാൻ പറയാ, അം ഇൻദഹും ഖസാഇനു റബ്ബിക്. ഗൾഫ് നാടുകളുടെ വലിയ പ്രത്യേകത, നമ്മൾ ഈസാ നബി അലൈഹി സ്വലാം വരുന്നത് കാണട്ടെ, മഹ്ദി ഇമാം വരട്ടെ, ഖിയാമത്തിന്റെ അടയാളങ്ങളല്ലേ, അതൊക്കെ കാണാൻ വലിയ കൗതുകത്തിൽ കാത്തിരിക്കുകയാണല്ലേ. പക്ഷേ ഗൾഫ് നാട്ടിലെ ബുർജ് ഖലീഫയും പിന്നെ വലിയ വലിയ ടവറുകളും ഇതൊക്കെ തന്നെ വലിയ അടയാളങ്ങളാണ്. അന്ത്യനാളിന്റെ വലിയ അടയാളങ്ങളല്ലേ ഇതൊക്കെ. റസൂലുള്ളാഹി തങ്ങൾ പ്രവചിച്ചതല്ലേ, സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസല്ലേ, വഅൻതറൽ ഹുഫാതൽ ഉറാതൽ ആലത റിആ അശ്ശായി യതതാവലൂന ഫിൽ ബുന്യാൻ. ആടുമാടുകളെ ഒട്ടകങ്ങളെ മേച്ചു നടന്നിരുന്ന ആളുകൾ യതതാവലൂന ഫിൽ ബുന്യാൻ, ലോകത്ത് ഉയരങ്ങളുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന കാലം. അന്ന് G+1 ഗ്രൗണ്ട് ഫ്ലോർ, പിന്നെ ഫസ്റ്റ് ഫ്ലോർ. മഹാനായ അബൂ അയ്യൂബ് അൻസ്വാരി തങ്ങളുടെ വീട് മദീനയിൽ ഒരു നില കെട്ടിടമാണ്. ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്, പിന്നെ മേലെ ഒരു ഫ്ലോർ. തങ്ങൾ പറയാ, ഉന്നതമായ നീളമുള്ള ഹൈറ്റുള്ള ബിൽഡിംഗ്. ബുർജ് ഖലീഫിനെ കുറിച്ച് എന്താ പറയാ? അത്വൽ ഫിൽ ആലം, ദ ടോളസ്റ്റ് ഇൻ ദ വേൾഡ്. അത്വൽ എന്നാ പറയാ. അത്വൽ, തൂല ഉപയോഗിക്കുക അതിന്. നമ്മളൊക്കെ നിരപ്പായി വെർട്ടിക്കലായിട്ടുള്ള സംഭവം, ഹൊറിസോണ്ടലാണ് അതിന്റെ ഉദ്ദേശമെന്ന് തോന്നിപ്പോകും. അല്ല, ഹൈറ്റുള്ള ബിൽഡിംഗ് ഉണ്ടാക്കാം. 21-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലുമാണ് ഈ പ്രതിഭാസം ലോകം കാണുന്നത്. ഒട്ടകങ്ങളെ മേച്ചു നടന്നിരുന്ന ആളുകൾ ഹൈയസ്റ്റ് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി മത്സരിക്കുന്ന കാലം. ഗൾഫ് നാടുകളുടെ വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര രസമുള്ള ബിൽഡിങ്ങുകൾ, ഇങ്ങനെ ചുരുക്കുള്ള ഗ്ലാസ്സുള്ള ബിൽഡിംഗ് ഇങ്ങനെ കാണുമ്പോഴേ, ഇവിടെ പെട്രോളും ഡീസലും ഇല്ലെങ്കിൽ ഇത് ഉണ്ടാക്കാൻ പറ്റുമോ? അത് മാത്രമോ, ഹൈറ്റുള്ള ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ ടെക്നോളജി വേണം, എത്ര എഞ്ചിനീയറിംഗ് വേണം, എത്രയെല്ലാം സയൻസ് പഠിച്ച ആളുകൾ വേണം, ക്രെയിന് വേണ്ടേ, ഈ പേസ്റ്റ് ഒക്കെ മേലോട്ട് എത്തിക്കണ്ടേ, കോൺക്രീറ്റ്, അവിടെ ചെന്നിട്ട് ഈ അലൂമിനിയം സ്ട്രക്ചർ ഉണ്ടാക്കണ്ടേ, എത്ര ഹൈറ്റിലേക്ക് ഇത് കൊണ്ടുപോകണം, ആരെ കൊണ്ടുപോകുന്നത്? 2 മീറ്റർ പോലും ഹൈറ്റ് ഇല്ലാത്ത മനുഷ്യന്മാർ, ഇവരാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ഹൈറ്റുള്ളൊരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ലോകത്ത് സയൻസ് എത്ര ഡെവലപ്പ് ചെയ്യണം. ഇതൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു കാലം അന്ത്യനാളിന്റെ സൂചനയാണെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുക. നമ്മളത് ഇന്ന് ലോകം അടുത്താണ്. അവിടെ നടക്കുന്നത് ഇപ്പൊ അവിടെ മഴ പെയ്ത വെള്ളത്തിന്റെ ഫോട്ടോ എത്തിയിട്ടുണ്ടാവും. നമ്മൾ സെക്കൻഡുകളെ കൊണ്ടാണ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നത്. യാ അല്ലാഹ്. അം ഇൻദഹും ഖസാഇനു റബ്ബിക. നബിയേ, അങ്ങയുടെ ആളുകളോട് ചോദിക്കണേ, അല്ലാഹുവിന്റെ ഖജനാവുകളുടെ താക്കോലുകളെല്ലാം ഈ മനുഷ്യന്റെ കയ്യിലാണോ? അംഹുമുൽ മുസൈതിറൂൻ. മനുഷ്യനാണോ ഈ പ്രപഞ്ചത്തിൽ അധികാരം ചെലുത്തുന്നത്? കാറ്റും വെളിച്ചവും കൊടുങ്കാറ്റും മഴയും മേഘങ്ങളും കാറ്റുകളും സമുദ്രവും കടലും വഴിയോരങ്ങളും കരകളും പുഴകളും നദികളും വെള്ളച്ചാട്ടങ്ങളും ചെടികളും സസ്യലതാദികളും റെപ്റ്റൈലുകളും പക്ഷികളും ജന്തുജാലങ്ങളും മണ്ണും വെണ്ണും ആകാശത്തെ താരസമൂഹങ്ങളും ഇതെല്ലാം നിയന്ത്രിക്കുന്നത് മനുഷ്യനാണോ? അല്ലാഹുവിന്റെ ചോദ്യം. ഇത് കേട്ടപ്പോഴാണ് വഖറൽ ഈമാനു ഫീ ഖൽബി, എന്റെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ വെളിച്ചം കയറി വന്നത് ഈ ആയത്തുകൾ കേട്ടപ്പോഴാണ്. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അതുകൊണ്ട് അല്ലാഹുവിന്റെ വചനങ്ങൾ കേൾക്കുമ്പോഴേ മുഅ്മിനീങ്ങളുടെ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, അല്ലാഹുവിനെ ഭയപ്പെടുന്നവരുടെ അവരുടെ ശരീരങ്ങളിൽ ഒരു തരം കോച്ചിൽ വരും, ശരീരം പ്രസരിപ്പ് വരും, ശരീരത്തിൽ കുളിർമ വരും, ശരീരം പ്രകമ്പനം കൊള്ളും. അല്ലാഹുവിന്റെ വചനത്തിന് അത്ഭുതമുണ്ട്, അല്ലാഹുവിന്റെ വചനങ്ങൾക്ക് അത്ഭുതമുണ്ട്, ഭയങ്കരമാണ്. മിനിഞ്ഞാന്ന്, അത് വെള്ളിയാഴ്ച, ഇന്നലെ വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾക്ക് അബുദാബിയിലെ എൻ്റെ സ്കൂളിൽ റമദാനെ സംബന്ധിച്ച് ഒരു പ്രസൻറ്റേഷൻ, കുട്ടികൾ, അവിടുത്തെ ബാക്കിയുള്ള കുട്ടികൾക്ക് എന്താണ് റമദാൻ, എന്താണ് ഇഫ്താർ, എന്താണ് അത്താഴം, എന്താണ് ഖുർആൻ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന 20 മിനിറ്റ് പ്രസൻറ്റേഷൻ. യാ അല്ലാഹ്. അത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഇരിക്കുന്ന ബഹുഭൂരിഭാഗം അധ്യാപികമാർ അവരൊക്കെ കണ്ണിന്നിങ്ങനെ കണ്ണീര് വരുന്നുണ്ട്. അവരൊക്കെ പറഞ്ഞു, ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇമോഷണലി ഡ്രിവൻ, ഞങ്ങൾക്കറിയില്ല എന്താ സംഭവിച്ചത്. ഇങ്ങനെ ഒരു പ്രസൻറ്റേഷൻ ചെയ്യുന്നത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല, ജീവിതത്തിൽ ആദ്യമാണ് ഇതൊക്കെ അനുഭവിക്കുന്നത്. അപ്പോൾ എന്താ സംഭവം എന്നറിയോ? ഞങ്ങൾ 2-3 കുട്ടികളെ കൊണ്ട് മനോഹരമായി ഖുർആൻ ഓദിച്ചു. 2 കുട്ടികൾ വാങ്ക് വിളിച്ചു. സുബഹിക്ക് വാങ്ക് വിളിക്കുന്ന സമയം, ഇഫ്താറിൻ്റെ സമയത്ത് വാങ്ക് വിളിയും.
അങ്ങനെ എന്താണ് ഒരു റമദാൻ എന്ന്, ഒരു മുസ്ലിം വീട്ടിൻ്റെ അനുഭവം എന്താണെന്ന് കുട്ടികൾ പ്രസൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ ഖുർആൻ ഓതുന്ന മധുരം, ഖുർആനിൻ്റെ ഒരു സൈലൻസ്, അതിൻ്റെ ഒരു മനോഹാരിത വേറൊന്നും അവരോട് പറഞ്ഞിട്ടില്ല. ബാക്കിയൊക്കെ ഇംഗ്ലീഷിലാണ്, ഇംഗ്ലീഷുകാരാണ്, സായിപ്പന്മാരാണ് കേൾക്കുന്നതും പ്രസൻറ്റ് ചെയ്യുന്ന കുട്ടികളും ഇംഗ്ലീഷുകാരും തന്നെയാണ്. പക്ഷേ വിശുദ്ധ ഖുർആനങ്ങ് കേട്ടപ്പോൾ കണ്ണിന്ന് കണ്ണിനീരുറ്റി വീഴുകയാണ്. എനിക്കൊരുപാട് ഇമെയിൽ വന്നു. ഞാൻ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയതിൻ്റെ പേരിൽ ഒരുപാട് പ്രശംസയുടെ ഒരുപാട് ഇമെയിലുകൾ ഇന്നലെ രാവിലെ ജുമുഅ വരെ തന്നെയായിരുന്നു. വളരെ ഉഷാറായി, ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടു എന്ന സംഭവം ഖുർആൻ കേട്ടതാണ്. ഖുർആനിനൊരു ഭയങ്കര മധുരിമയുണ്ട്. അത് നമ്മൾ ശരിക്കും ഇരുന്ന് ആസ്വദിക്കാൻ നിന്നാൽ ശരിക്കും കോരിത്തരിക്കും. അമേരിക്കക്കാരിയായ ഒരു പാട്ടുകാരിയുണ്ട്, ജെന്നിഫർ ഗ്രൗട്ട് എന്നവളെ പേര്. അവളിപ്പോൾ ഇസ്ലാം സ്വീകരിച്ച് മുഖമക്കനെ കെട്ട് മനോഹരമായിട്ട് ഖുർആൻ ഓതുന്നുണ്ട്. ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ജെന്നിഫർ ഗ്രൗട്ട് എന്ത് മനോഹരമാണ് ഖുർആൻ. ശരിക്ക് അബ്ദുൽ ബാസിത്ത് അബ്ദുൽ സമദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ആ ശൈലിയിലൊക്കെ ഖുർആൻ ഓതുന്നുണ്ട്. എന്ത് മനോഹരം. അമേരിക്കക്കാരി, പക്ഷേ അവർക്കൊരു അറബ് ഒറിജിൻ ഉണ്ടെന്ന് തോന്നുന്നു അവരുടെ ഭാഷ കേൾക്കുമ്പോൾ. അത്രയും പെട്ടെന്ന് ഒരു അമേരിക്കക്കാരൊന്നും ഇങ്ങനെ ഒരു അറബ് ഭാഷ സംസാരിക്കാൻ കഴിയില്ല. ഇന്ന് ഹിജാബ് ധരിച്ച് അച്ചടക്കത്തിൽ, യാ അല്ലാഹ്, ആ പെൺകുട്ടി 24-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ തൻ്റെ ഉമ്മയോട് പറയണം, മോം ഐ എം എ മുസ്ലിം, ഞാനൊരു മുസ്ലിമാണ് ഉമ്മ എന്ന് പറഞ്ഞപ്പോൾ ജെന്നിഫർ തൻ്റെ അനുഭവം പറയുന്നുണ്ട്. എൻ്റെ ഉമ്മക്ക് തീരെ ഇഷ്ടമായില്ല ഞാൻ മുസ്ലിമായത്. ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, I would rather love to hear you are a prostitute than becoming a Muslim. നീ ഒരു മുസ്ലിമാണ് എന്ന് പറഞ്ഞ് കേൾക്കുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് നീ ഒരു വേശ്യയായി മാറിയിട്ടുണ്ട് എന്ന് കേൾക്കാനായിരുന്നു. അവൾ പറഞ്ഞാൽ ഷോക്കായി പോയി എന്ന് സ്വന്തം ഉമ്മയെ പറയുന്നത്. പക്ഷേ ഖൽബിലേക്ക് ഈമാൻ കയറി കഴിഞ്ഞു. ജെന്നിഫർ ഇസ്ലാം പഠിച്ചു. കഴിഞ്ഞ റമദാനിൽ അവളൊരു TV ഇസ്ലാമിക് ചാനലിന് ചില പ്രോഗ്രാമുകൾ ചെയ്തു. അപ്പോൾ അവർ പറയുന്നുണ്ട്, എൻ്റെ ഉമ്മ എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു, മൈ ഡോട്ടർ യു ഹാവ് ബിക്കം എ ബെറ്റർ പേഴ്സൺ. എൻ്റെ പ്രിയപ്പെട്ട മോളെ, എൻ്റെ പ്രോഗ്രാമുകൾ ഞാൻ കാണുന്നുണ്ട്, നീ ഇപ്പോൾ ഒരു നല്ല മനുഷ്യനായിട്ടുണ്ട് മോളെ, നീ ഒരു നല്ല ആളായി മാറിയിട്ടുണ്ട്. ഉമ്മക്ക് ഇപ്പോൾ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വന്നു. ആദ്യം ഉമ്മക്ക് വേണ്ടായിരുന്നു, നീ മുസ്ലിം ആവുക, വേറെ എന്തെങ്കിലും ആയിക്കൂടായിരുന്നു ചോദിച്ചു. പലരും ഈ മതത്തെ തെറ്റിദ്ധരിച്ചത് അങ്ങനെയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ അവരറിയും ഇത് സ്വർഗമാണ്. ഖുർആൻ അറിയണം, പുണ്യ നബിയെ പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് കിട്ടിയ നിധികളാണത്. ഇതിന്റെ മൂല്യം എന്താ നമുക്കറിയില്ല. നമ്മൾ അതിനൊന്നും സമയം കണ്ടെത്തുന്നില്ല. നമ്മൾ എന്തൊക്കെയോ അതും ഇതും വായിച്ചിട്ടും പറഞ്ഞിട്ടും കേട്ടിട്ടും സമയം കളയാണ്. പുണ്യ ഹബീബിന്റെ ഹദീസുകൾ, അള്ളാഹുവിന്റെ വചനങ്ങൾ, ജെന്നിഫർ ഗ്രൗട്ടിന്റെ മനോഹരമായ ഖുർആൻ പാരായണങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ സുലഭമായിട്ട് കാണാൻ കഴിയും. മനോഹരമായ ഖുർആൻ പാരായണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് വിശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ടല്ലേ. طه ما أنزلنا هذا القرآن لتشقى. ഹബീബായ നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി വന്ന ആളല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി വന്നതാ. കാരണം ഉമർ എന്നവർ ആചാനുബാഹുവായ മനുഷ്യനാണ്. ഉമർ എന്നവരുടെ വാപ്പമാർ മക്കയിലെ ജഡ്ജിമാരാണ്. അവര് ജുഡീഷ്യറിയാണ്. ഉമർ തങ്ങളുടെ കുടുംബം തന്നെ ജഡ്ജിമാരുടെ കുടുംബമാണ്. അപ്പൊ ആർക്കൊന്നും പറയാനില്ല. അവരല്ലേ ജഡ്ജ്. അവർ കൊന്നാലും കുഴിച്ചിട്ടാലും ആരെന്ത് പറയാനാ? മക്കയിലെ ജഡ്ജിമാരാണ്. ഹബീബായ നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി തന്റെ കുതിരപ്പുറത്ത് നടക്കുമ്പോഴാണ് ഒരാൾ ചോദിക്കുന്നത്, ഉമറേ എങ്ങോട്ടാണ്? ഞാൻ ഈ പുതിയ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി പോവാൻ. അതെയോ? പ്രവാചകനെ കൊല്ലുന്നതിന്റെ മുമ്പ് ആ പ്രവാചകന്റെ മതം സ്വീകരിച്ച് നിന്റെ പെങ്ങളെ ഒന്ന് നന്നാക്കിയിട്ട് പോരെ. എന്റെ പെങ്ങളോ? ഫാത്തിമ ബിൻതുൽ ഖത്താബ്. ഫാത്തിമ ബിൻതുൽ ഖത്താബ്. ഉമർ എന്നവരുടെ പെങ്ങളുടെ പേരും ഫാത്തിമയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ മോളെ പേരും ഫാത്തിമയാണ്. ഫാത്തിമ ബിൻതു ഖൈസ് റളിയല്ലാഹു അൻഹയുണ്ട്. ഫാത്തിമ ബിൻത് ഖത്താബ്, ഖത്താബിന്റെ മകൾ ഫാത്തിമ. ഉമർ എന്നവർക്ക് ഒരു സഹോദരനുണ്ട്, സെയ്ദ് ബിൻ ഖത്താബ്. യമാമ യുദ്ധത്തിലെ ഷഹീദാണ് സെയ്ദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മൾ അധികം കേൾക്കാറില്ല. ഫാത്തിമ എന്ന ഉമർ എന്നവരുടെ പെങ്ങള് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഉമർ എന്നവർ അറിയുന്നത് നബിയെ കൊല്ലാൻ വേണ്ടി പോകുന്ന യാത്രയിലാണ്. നേരെ തിരിച്ചു പെങ്ങളുടെ വീട്ടിലേക്ക്. പെങ്ങളുടെ ഭർത്താവ് ഉമർ എന്നവരുടെ അളിയൻ ആരാന്നറിയോ? ആരാണ് പെങ്ങളുടെ ഭർത്താവ് എന്നറിയോ? സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അശറത്തുൽ മുബശ്ശരീൻ, സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന 10 പേരുടെ പേര് പറഞ്ഞതിൽ ഒരു പേര് ഉമർ എന്നവരുടെ അളിയന്റെ പേരാണ്, സഈദ് ഇബ്നു സയ്യിദ്. ഇതാണ് സഈദ് എന്ന് പറഞ്ഞാൽ സഅദ് ഇബ്നു അബീ വഖാസ്. സഈദ് എന്ന് പറഞ്ഞാൽ സഈദ് ഇബ്നു സയ്യിദ്, ഉമർ എന്നവരുടെ പെങ്ങളുടെ ഭർത്താവ്. സഈദിൻ സഈദിൻ സുബൈർ ഇബ്നുൽ അവ്വാം.
ആരാ? സുബൈർ ഇബ്നുൽ അവ്വാം സിദ്ദീഖ് എന്നവരുടെ പുതിയാപ്പളയാ, അസ്മാ ബീവിന്റെ ഭർത്താവ്. സുബൈർ ഇബ്നുൽ അവ്വാം, സഅദിൻ, സഈദിൻ, സുബൈരിൻ, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ്. ഉഹുദിൽ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി മദിൽ തീർത്ത സുഹാബിയാണ് മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു. ഉഹുദിന്റെ എല്ലാ കൂലിയും ത്വൽഹ കൊണ്ടുപോയി എന്ന് നബി തങ്ങൾ പറയുമായിരുന്നു. ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ്, സഅദിൻ, സഈദിൻ, സുബൈരിൻ, ത്വൽഹത്തിൻ വഅബീ ഉബൈദത്തിൻ. അബീ ഉബൈദ അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, വബിൻ ഔഫ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. പിന്നെ 4 ഖലീഫമാർ, സിദ്ദീഖ് എന്നവർ, ഉമർ എന്നവർ, ഉസ്മാൻ എന്നവർ, അലിയാർ, അങ്ങനെ 10 പേര്. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവും ഭാര്യയായ ഫാത്തിമ ബിൻതുൽ ഖത്താബ് റളിയല്ലാഹു അൻഹ, അവര് ഖുർആൻ പഠിക്കുന്ന ഒരു ഖുർആൻ ട്യൂട്ടർ അവിടെ വന്നിട്ടുണ്ട്, ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദ്. അത് മറ്റാരുമല്ല ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു. ഇവര് 3 പേരും ഖുർആൻ പഠിക്കുമ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് വാളുമായിട്ട് വരുന്നത്. ആ വരുന്ന വരവ് കണ്ടപ്പോഴേ ഉസ്താദ് ഓടി, ഖബ്ബാബ് തങ്ങളോ ഒരൊറ്റ ഓട്ടം. ഉമർ എന്നവർ വരുന്നുണ്ട്, സംഗതി പെശകാണ്. ഭർത്താവും ഓടി. സഈദ് ഇബ്നു സൈദ് എന്നവര് വീടിന്റെ പുറകിൽ പോയി ഒളിച്ചിരുന്നു. പിന്നെ പെങ്ങളാണ്, പെങ്ങളുടെ വീടല്ലേ, എന്ത് ചെയ്യാനാ, ആങ്ങളെ വരുന്നത്. നേരെ വന്നു, ഫാത്തിമ അസ്വബഅതി, ഫാത്തിമ നീ നമ്മുടെ മതം വിട്ടു പോയിട്ടുണ്ടോ? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അസ്ലംതു, ഞാൻ മുസ്ലിമത്താൻ. ഒരൊറ്റടി അടിച്ചു ഉമർ എന്നവർ മുഖത്ത്. വല്ലാത്ത ആഴമുള്ള വേദനയുള്ള ശക്തമായ അടി. ആ അടിയിൽ ഫാത്തിമയുടെ റളിയല്ലാഹു അൻഹയുടെ, നബിന്റെ മോളല്ല, ഉമർ എന്നവരുടെ പെങ്ങളായ ഫാത്തിമ, അവരുടെ മുഖത്തൊരു പൊട്ട് വന്നു, ചോര ഒലിച്ചു കവിളിലൂടെ. ചോര എങ്ങനെ ഒലിക്കാൻ? ചോര കണ്ടപ്പോൾ ഉമർ എന്നവർ പേടിച്ചു. പെങ്ങളല്ലേ, ആങ്ങളെയും പെങ്ങളും എന്ന ബന്ധം, ആ ഒരു ശുഊർ, ആ ഒരു ബന്ധം ഉമർ എന്നവരുടെ മനസ്സിലേക്ക് കയറി വന്നു. ഉമർ എന്നവർ ഇമോഷണലായി. എന്റെ പെങ്ങളെ ഞാൻ ഇത്രത്തോളം ദ്രോഹിച്ചോ എന്ന് ഉമർ എന്നവർക്ക് സങ്കടമായി. പെങ്ങളുടെ മുഖത്ത് നിന്ന് ചോരയുടെ പാടുകൾ ഇങ്ങനെ ഉമർ എന്നവർ കൈകൊണ്ട് തടവി കൊടുത്തിട്ട്, പെങ്ങളെ എനിക്ക് ദേഷ്യം വന്നപ്പോ സംഭവിച്ചതാണ്, മാപ്പാക്കണേ. ഇത് പറഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് തോന്നി ഉമർ എന്നവരുടെ മനസ്സ് പാകമായിട്ടുണ്ട്. ദേഷ്യം വരുമ്പോ ഒരു മനുഷ്യന് ഹഖീഖത്തുകൾ കാണാൻ കഴിയില്ല, യാഥാർത്ഥ്യം കാണാൻ കഴിയില്ല. ഉമർ എന്നവരുടെ ആ ദേഷ്യം അടങ്ങുകയും ഉമർ എന്നവർ ഇമോഷണലായി ചിന്തിക്കുകയും ചെയ്തപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉമറേ, ഞങ്ങൾ ഓതിയിരുന്ന ഗ്രന്ഥം നീ വേണമെന്ന് ചോദിച്ചില്ലേ, അതെനിക്ക് തരാൻ പറ്റാത്തത് കൊണ്ടാണ്. നീ ശുദ്ധിയായിട്ട് വന്നാൽ നിന്റെ കയ്യിൽ ഞാൻ തരാം. സ്വന്തം പെങ്ങളുടെ ചോര കണ്ട് മനസ്സിനുള്ളിൽ സ്നേഹവും ആർദ്രതയും തിരിച്ചു വന്ന ഫാറൂഖ് റളിയല്ലാഹു അൻഹു കുളിച്ചു വരികയും കൂടെ ചെയ്തപ്പോഴേ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബിൻതുൽ ഖത്താബ്, അവർ പഠിച്ചിരുന്ന ഖുർആൻ എഴുതി വെച്ച തോൽ കഷ്ണം ഉമർ എന്നവരുടെ കയ്യിൽ കൊടുത്തു, വായിച്ചോ, ഇതാണ് ഖുർആൻ, സൂറത്ത് ത്വാഹയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ മാ ഹാദാ ഖൗലുൽ ബശർ. പെങ്ങളെ ഫാത്തിമ, ഇതൊരു മനുഷ്യന് പറയാൻ കഴിയുന്ന വാക്കുകളല്ലല്ലോ, ഇതൊരു മനുഷ്യന്റെ വാക്കുകളല്ല, ഇത് മനുഷ്യർക്ക് പറയാൻ കഴിയില്ല. കവിത എന്താണെന്ന് എനിക്കറിയാം, ജോത്സ്യന്റെ വാക്കുകളും എനിക്കറിയാം. ഇത് രണ്ടും രണ്ടാണ്. ഈ വാക്കുകൾ മനുഷ്യന്റേതല്ല. എനിക്കും നിന്റെ മതത്തിൽ ചേരണം, എനിക്കും മുസ്ലിം ആവണം. അങ്ങനെ ഹബീബിന്റെ മുമ്പിലേക്ക് പോയ ആളാ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഖുർആൻ കേട്ടതാണ്. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അതല്ലെങ്കിൽ അംർ ഇബ്നു ഹിശാമിനെ പോലെ ഒരാളെ ഇസ്ലാമിലേക്ക് ലഭിക്കണേ എന്ന് നബി തങ്ങൾ അല്ലാഹുവിനോട് ദുആ ഇറക്കുമായിരുന്നു. അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാം ബിഅഹദിൽ ഉമറൈൻ. രണ്ടാലൊരു ഉമറിനെ കൊണ്ട്, ഒന്നുകിൽ അംർ ഇബ്നു ഹിശാം അല്ലെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ്. കിട്ടിയത് ഉമർ തങ്ങളെയാണ് റളിയല്ലാഹു അൻഹു. ഹിദായത്ത് വലിയ അത്ഭുതമുള്ള വിഷയമാണ്. ചില ആളുകൾക്ക് അത് കിട്ടുന്നത് സ്പാർക്ക് മതി, ഒരു ചെറിയൊരു വഅദ് മതിയാവും, ഒരു പ്രഭാഷണം മതിയാവും, ഒരു ചെറിയൊരു യൂട്യൂബിന്റെ ശകലം കേട്ടത് മതിയാവും, ഒരു സാരോപദേശം, ഒരു ആലിമിനെ